നമസ്കാരം. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം. നേതാക്കളുടെ ശൈലികൾക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയത് ശരിയായില്ലെന്ന് സമ്മേളന പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അതേപോലെ മുതിർന്ന നേതാക്കളുടെ വാവിട്ട പ്രയോഗങ്ങൾ തിരിച്ചടിയാകുന്നതായി വിമർശനമുയർന്നു. AK ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് ഈ വിമർശനങ്ങളിൽ പ്രധാനമായത്. ഇത് ഏറെ ചർച്ചകൾക്കും ട്രോളുകൾക്കും ഇടയാക്കിയിരുന്നു. പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ രണ്ട് നീതിയെന്നും പൊതു ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. MLA മാരായ MV ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയും ജോയ്ക്ക് ജില്ലാ സെക്രട്ടറിയുമാകാം. പഞ്ചായത്ത് അംഗത്തിന് ലോക്കൽ സെക്രട്ടറി ആകാൻ പാടില്ലേ എന്നായിരുന്നു പ്രതിനിധിയുടെ ചോദ്യം. സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ പകരം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തതിലും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ദേശീയതലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം മെച്ചപ്പെടണമെന്നും പ്രതിനിധി ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനത്തിലെ MA ബേബിയുടെ പ്രസംഗത്തിനെതിരെ വിമർശനമുണ്ടായി. ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അധികാരം പിടിച്ചെന്ന് PB അംഗം പറയുന്നു. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ലെന്നായിരുന്നു എതിരായി ഉയർന്ന വിമർശനം. കഴിഞ്ഞ 30 വർഷത്തിലേറെ ഡൽഹിയിൽ തമ്പടിച്ച് കിടക്കുന്ന CPM കേന്ദ്ര നേതാക്കൾ എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യമുയർന്നു. CPMന്റെ വോട്ട് ശതമാനം ദേശീയതലത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുത്തനെ ഇടിയുകയാണ്. സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും MLA മുകേഷിനെതിരെയും വിമർശനമുണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിനത്തിലെ EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട EP വെളിപ്പെടുത്തലും തിരിച്ചടിയായെന്നാണ് വിമർശനമുയർന്നത്. EP കമ്മ്യൂണിസ്റ്റിന് നിരക്കുന്ന രീതിയല്ലെന്ന് പൊതുസമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. മുകേഷ് MLA ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ കൊല്ലം പ്രതിനിധികൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പ്രതിനിധികൾ ചോദിച്ചു. ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിനേക്കാൾ അധ്വാനം സ്ഥാനാർത്ഥിയെ മേയിക്കാൻ വേണ്ടി വന്നുവെന്നായിരുന്നു വിമർശനം. പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ രഹസ്യ ചർച്ച നടത്തുമ്പോൾ പാർട്ടി വിട്ട് BJPയിൽ പോയ മംഗലാപുരം ഏരിയ സെക്രട്ടറിയെ എങ്ങനെ കുറ്റപ്പെടുത്തും? തകരാറിന്റെ പേരിൽ മൈക്ക് ഓപ്പറേറ്ററെ 100 കണക്കിന് പേരുടെ മുന്നിൽ വെച്ച് ശകാരിച്ച പാർട്ടിയാണ് പ്രവർത്തകർക്ക് സാരോപദേശങ്ങൾ നൽകുന്നത്. ആദ്യം തിരുത്തേണ്ടതും നന്നാകേണ്ടതും നേതാക്കളാണെന്നും വിമർശനമുയർന്നു. കൊല്ലത്ത് ചില തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുമ്പോൾ ജയിക്കാവുന്ന ചില തിരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നുവെന്നും ഇത്തരം ബലഹീനതകൾ തിരുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MA ബേബി പറഞ്ഞു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച 4 പേരിൽ ഒരാളുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. വ്യതിചലനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ആദ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 7 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള അംഗങ്ങളാണ് വിമർശനം ഉന്നയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിഷയം പുറത്തു വന്നത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് സമ്മേളനത്തിൽ പൊതുവായി ആക്ഷേപം ഉയർന്നത്. ചടയമംഗലം ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള അംഗങ്ങളാണ് മുകേഷിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ പോലും ഇത്തരം ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പലപ്പോഴും മുകേഷിൽ നിന്ന് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള സമീപനം ഉണ്ടായില്ലെന്നും വിമർശനമുയർന്നു. അതേസമയം കരുനാഗപ്പള്ളിയിലെ CPM ലോക്കൽ സമ്മേളനങ്ങൾ കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. ഈയിടെ നടന്ന കുലശേഖരപുരം നോർത്ത് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിടുന്ന സംഭവം ഉണ്ടായിരുന്നു. ഏകപക്ഷീയമായി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചതിനെതിരെയായിരുന്നു ഈ പ്രതിഷേധം. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലെ വിഭാഗീയത പോർവിളിയിലേക്കും സംഘടനത്തിലേക്കും നീങ്ങുന്നത് CPM സംസ്ഥാന നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കവും കയ്യാങ്കളിൽ തുടരുന്നതായിരുന്നു നേതൃത്വത്തിന് തലവേദനയായത്. ലോക്കൽ സമ്മേളന വേദിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും കൂക്കി വിളിക്കുകയും ചെയ്തതിന് പിന്നാലെ പാർട്ടി ഓഫീസിന് മുന്നിൽ വിമതർ പരസ്യ പ്രകടനവും നടത്തിയത് പാർട്ടിക്കേറെ ക്ഷീണം ചെയ്തിരുന്നു. ഇതോടെയായിരുന്നു അടിയന്തരമായി MV ഗോവിന്ദൻ സ്ഥലത്തെത്തിയതും പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ട് നിന്നത്. CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ സമാനതകളില്ലാത്ത വിഭാഗീയതയാണ് അരങ്ങേറുന്നത്. 10 ലോക്കൽ സമ്മേളനങ്ങളിൽ 7 എണ്ണവും തർക്കത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ട സാഹചര്യവുമുണ്ടായി.